പ്രിയമുള്ളവരെ, എന്നെ നിങ്ങൾക്കറിയാം. എന്നാലും ഞാൻ സ്വയം പരിചയപ്പെടുത്തുന്നു. എൻ്റെ പേര് ചക്കമര ഷാനവാസ്. ഞാൻ പാങ്ങോട് ഗ്രാമപഞ്ചായത്തിലെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി മെമ്പറാണ്. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ പാങ്ങോടിൻ്റെ പ്രിയപുത്രൻ സഹോദരൻ മുക്താറാണ് നമ്മോടൊപ്പം ഉള്ളത്. മുക്താറുമായി നമുക്ക് വർത്തമാനങ്ങൾ പറയാം. പ്രിയപ്പെട്ട മുക്താറെ, ഈ പ്രേക്ഷകർക്ക് വേണ്ടി, എൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്താമോ മുക്താർ? എന്നെ കുറച്ചു പേർക്കൊക്കെ അറിയായിരിക്കും, എന്നാലും ഞാനൊന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് മുക്താർ. ഞാനൊരു +2 സ്റ്റുഡൻ്റ് ആണ്. അതോടൊപ്പം ബിസിനസ് സ്റ്റാർട്ടപ്പ് ആയിട്ട് ഇങ്ങനെ പോകുന്നു. അതോടൊപ്പം ചെറിയൊരു ഓതറാണ്, ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട്. അടുത്തൊരു ബുക്കിൻ്റെ പണിപ്പുരയിലാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ. ഇന്ന് ഈ രീതിയിൽ മുക്താറുമായി സംസാരിക്കാൻ ഒരു കാരണമുണ്ട്. +2 വിദ്യാർത്ഥിയായിരിക്കെ തന്നെ ഉയർന്ന ക്ലാസ്സുകളിൽ വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുക്കുകയാണ്. +2 പഠിച്ചുകൊണ്ടിരിക്കെ ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം കണ്ടെത്താനും നിങ്ങൾക്ക് കിട്ടിയ അവസരം, മുക്താറിന് കിട്ടിയ അവസരം അതിശയിപ്പിക്കുന്നതാണ്. പറയാതിരിക്കുന്ന പോകാനില്ല. പാങ്ങോട് എന്ന ഗ്രാമ്യവും സുന്ദരവുമായ ഈ ഗ്രാമത്തിൽ ധാരാളം പ്രതിഭകളുണ്ട്. അക്കൂട്ടത്തിൽ ഉയർന്നു നിൽക്കുന്ന തലയെടുപ്പുള്ള ഒരു പ്രതിഭ എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് ഈ ചെറിയ പ്രായത്തിൽ ഇത്തരത്തിൽ വലിയ ഇടങ്ങൾ കണ്ടെത്താൻ ലഭിച്ച പ്രചോദനം എന്തൊക്കെയാണ്? ഒന്ന് വിശദീകരിക്കാമോ? ഞാൻ അങ്ങനെ പറയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ കണ്ടുകൊണ്ട്, അതായത് ഓരോന്നും കണ്ടുകൊണ്ട് ഓരോന്നും ചെയ്യുന്നില്ല. ഞാൻ എൻ്റെ 12ാം വയസ്സിൽ എനിക്ക് കുറച്ച് കോഡിങ് കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടിയുള്ള ഒരു അവസരം കിട്ടി. അതായത് എൻ്റെ സ്കൂളിൽ പഠിക്കുന്ന ടൈം തന്നെ, അതായത് ഇവിടെ പാങ്ങോട് പഴയുള്ള KVPS പഠിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ അവിടെ നമ്മുടെ ടാൽറോക്ക് എന്ന് പറയുന്ന കമ്പനി അവരുടെ ആദ്യത്തെ IT പാർക്ക് എന്നുള്ള രീതിയിൽ അവിടെ സ്കൂളിൽ ഒരു IT പാർക്ക് വെച്ചു. എന്നിട്ട് അവരെന്ത് ചെയ്തു, കുറച്ച് സ്റ്റുഡൻസിനെ അവർ സെലക്ട് ചെയ്തെടുത്തു. ഇന്റർവ്യൂടെ അതുപോലെ എക്സാംസിലൂടെ കുറച്ച് സ്റ്റുഡൻസിനെ അവർ സെലക്ട് ചെയ്തെടുത്തിട്ട് അവർക്ക് എന്ത് ചെയ്തു, കോഡിങ്ങും അതുപോലെ തന്നെ ഡെവലപ്മെന്റ് സൈഡൊക്കെ പഠിപ്പിച്ചു കൊടുത്തു. അപ്പോൾ ആ സ്ഥലത്ത് എനിക്കും ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി. അതായത് എന്നെയും അവരെന്ത് ചെയ്തു, ഇത്രയും സ്റ്റുഡൻസിന്റെ ഇടയിൽ എന്നെയും സെലക്ട് ചെയ്തെടുത്തു. അങ്ങനെ എനിക്കും അവിടെ പഠിക്കാൻ വേണ്ടി പറ്റി. ആ ടൈമിൽ അവിടെ നിന്നാണ് എൻ്റെ സ്റ്റാർട്ടിങ്. അതിനുശേഷം ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. ഈ ഒരു ഏജിൽ ഞാൻ എന്ത് ചെയ്തു, ഇത്രയും നാളിനിടയിൽ ഞാൻ പഠിച്ചൊരു 12 വയസ്സായ ടൈമിൽ എൻ്റെ ഫാമിലിയായിട്ട് ചേർന്നൊരു ചെറിയൊരു പെജിറ്റോ എന്ന് പറയുന്ന ഒരു സ്റ്റാർട്ടപ്പ് എനിക്ക് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞു. അവിടെ നിന്നാണ് എൻ്റെ സ്റ്റാർട്ടിങ്. അതിനുശേഷം എൻ്റെ 15ാമത്തെ വയസ്സിലെത്തിയപ്പോഴത്തേക്കും ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് അതുപോലെ തന്നെ ഗ്രാഫിക് ഡിസൈനിങ് ഒക്കെ ചേർന്നുകൊണ്ടുള്ള ഒരു ചെറിയൊരു കമ്പനി എനിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ ഒരു 4 എംപ്ലോയീസ് പാർട്ട് ടൈം ആയിട്ട് ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം ഞാനിപ്പോൾ അടുത്തൊരു സ്റ്റാർട്ടപ്പ് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതോടൊപ്പം ഗ്രൂപ്പിൻ്റെ സേഫ് എന്ന് പറയുന്നൊരു പ്ലാറ്റ്ഫോമിൽ ഇപ്പോൾ മാസ്റ്റർ ട്യൂട്ടറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം ഇതൊക്കെ ചെയ്യുന്നതിൻ്റെ കൂടെ എൻ്റെ ലൈഫ് ഒരുപാട് പേര് അറിയണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ചെറിയൊരു ഡോക്യുമെന്റേഷൻ എന്നുള്ള രീതിയിൽ ഒരു ബുക്ക് എഴുതിയിട്ടുണ്ടായിരുന്നു. അതൊരു ഓട്ടോബയോഗ്രഫിയാണ്. അപ്പോൾ അതിന് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ കയറാനും കഴിഞ്ഞു. ദ യംഗസ്റ്റ് ഓതർ ഓഫ് ആൻ ഓട്ടോബയോഗ്രഫി എന്നുള്ള രീതിയിൽ. എന്താണ് ഭാവി പ്ലാൻ എന്ന് വെച്ചാൽ അടുത്തൊരു 5 വർഷത്തിനിടയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കണമെന്നുണ്ട്. അതുപോലെ തന്നെ ഒന്ന് സ്റ്റേബിൾ ആവണമെന്നുണ്ട്. അതായത് ഞാനിപ്പോൾ ഒരുപാട് സ്റ്റാർട്ടപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെ ഒന്ന് ഒരു സ്റ്റേബിൾ സിറ്റുവേഷനിൽ ആക്കണം എന്നുണ്ട്. അതോടൊപ്പം ഒരുപാട് പേരെ സഹായിക്കണം. അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ പ്ലാനിലുണ്ട്. ഈ വർക്കിനിടയിൽ സമ്പാദ്യശീലം കുറച്ചൊക്കെ ഉണ്ട്. എൻ്റെ മെയിൻ ഫോക്കസ് മണി മോട്ടീവ് അല്ല. എനിക്ക് പൈസ ഉണ്ടാക്കണം എന്ന് വെച്ചിട്ട് ഞാൻ ബിസിനസ്സിൽ ഇറങ്ങിയ ഒരാളല്ല ഞാൻ. എൻ്റെ ഒരു താല്പര്യം കൊണ്ട് ഇറങ്ങിയതാണ് ബിസിനസ്സിലോട്ട്. എന്നാൽ പോലും ഞാൻ അത്യാവശ്യം എൻ്റെ ഈ പ്രായത്തിൽ നടന്നു പോകാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സമ്പാദ്യമൊക്കെ ഉണ്ടാകാറുണ്ട്. ഇത്തരത്തിൽ ഒരു ലക്ഷ്യം ഫോളോ ചെയ്യുന്നുള്ളത് അതിന് ആരെങ്കിലും പ്രചോദനമായിട്ടുണ്ടോ? അത് നിങ്ങൾ ഇപ്പോൾ ഈ എല്ലാവർക്കും അറിയാവുന്ന പാങ്ങോടിന്റെ വികാസത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് എന്ന് നമ്മൾ കരുതുകയും അത് തന്നെയാണ് യാഥാർത്ഥ്യവും. ടാൽറോപ്പ് എന്ന് പറയുന്ന ഇന്ന് ഏകദേശം എല്ലാ രാജ്യങ്ങളിലേക്കും വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രകാശ ഗോപുരമായിട്ടാണ് ഇന്ന് വിദ്യാസമ്പന്നരായിട്ടുള്ളവർ താഴെത്തട്ടിലുള്ള മനുഷ്യരെ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. ടാൽറോപ്പ് നൽകിയിട്ടുള്ള
ഇത്തരത്തിലുള്ള പ്രതിഭകളുടെ ഒരു നിര തന്നെയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിലൊരു കണ്ണിയാണ് മുക്താർ എന്ന് പറയുന്നത്. ഈ ടാൾറോപ്പാണോ നിങ്ങളുടെ ഈ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ചെയ്യാൻ ഉള്ള പ്രചോദനം? ഞാനിപ്പോ എന്തെങ്കിലുമൊക്കെ ആയിരുന്നു പറയുന്നത്, എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനെല്ലാം കാരണം ടാൾറോപ്പ് തന്നെയാണ്. കാര്യം എന്ന് വെച്ചാല് ഞാനിപ്പോ ശരിക്കും വെറുതെ +2 പഠിച്ചുകൊണ്ടിരിക്കുന്നതിനേക്കാളും എനിക്കൊരു സ്റ്റാർട്ടപ്പ് ചെയ്യാൻ പറ്റി, അല്ലെങ്കിൽ ഒരു ബിസിനസ് ചെയ്യാൻ പറ്റി. അതോടൊപ്പം ബുക്ക് എഴുതാനുള്ള ഒരു പ്രചോദനം, അതുപോലെ തന്നെ ഇത്രയും അച്ചീവ്മെന്റ്സ് കിട്ടാൻ കാരണം എന്ന് വെച്ചാൽ എനിക്ക് ടാൾറോപ്പ് ആ ടൈമിൽ തന്നൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. അതോടൊപ്പം എന്നെ എന്താണ് ഓരോ കാര്യങ്ങളും ഇങ്ങനെ നർച്ചർ ചെയ്ത് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഇങ്ങോട്ട് തന്നിട്ടുണ്ട് ടാൾറോപ്പ്. അതിലൂടെയൊക്കെ തന്നെയാണ് ഞാനിപ്പോ ഇതുവരെ എത്തിയിരിക്കുന്നതും ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത്. മുക്താർ പാങ്ങോട് കേന്ദ്രീകരിച്ച് ഉള്ള സ്കൂളുകളിലാണല്ലോ പഠിച്ചിട്ടുള്ളത്. ഏതൊക്കെ സ്കൂളുകളിലാണ് വിദ്യാഭ്യാസം നേടിയിട്ടുള്ളത്? അങ്ങനെ പറയാനാണെങ്കിൽ ഒരുപാട് സ്കൂളുണ്ട്. ഞാൻ എൻ്റെ LKG മുതൽ 3ാം ക്ലാസ് വരെ നമ്മുടെ കുമ്പൾ എമിറേറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്കൂളിലാണ് പഠിച്ചിരുന്നത്. അതിനുശേഷം 4ാം ക്ലാസ് ഹെർക്കുലീസ് എന്ന് പറഞ്ഞ പാങ്ങോട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. അതിനുശേഷം 5 to 7 നമ്മുടെ പഴയുള്ള KVTസിൽ പഠിച്ചിട്ടുണ്ട്. അടുത്ത 8 to 10 നമ്മുടെ GHSS കല്ലറയിൽ പഠിച്ചിട്ടുണ്ട്. അടുത്ത ഇപ്പോൾ +1 +2 GHSS മുകളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. നല്ല വിദ്യാഭ്യാസ കാഴ്ചപ്പാടുള്ള മുക്താർ വിചാരിക്കുന്നുണ്ടോ ഇപ്പോൾ വിദ്യാഭ്യാസ രംഗത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സിലബസ് കംഫർട്ടാണ്, ഇപ്പോഴുള്ള വിദ്യാർത്ഥികൾക്ക് അത് പ്രയോജനപ്പെടുന്നതാണ്, അത് ഉയർന്ന നിലവാരം പുലർത്തുന്നുണ്ട് എന്ന് അഭിപ്രായമുണ്ടോ? എന്തെങ്കിലും മാറ്റം വരേണ്ടതുണ്ടോ? ഈ ഒരു ടോപ്പിക് പറയാനാണെന്നുണ്ടെങ്കിൽ ഇതൊരു വലിയൊരു ഡിബേറ്റ് വരുന്നൊരു ടൈപ്പ് ടോപ്പിക്കാണ്. അതെ, ശരി. ഇത് പറയാനാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു കാഴ്ചപ്പാട് വെച്ചിട്ട് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സിലബസ് പല സ്ഥലങ്ങളിലും ഒരുപാട് ഡ്രോബാക്സ് ഉള്ള ഒരു സിലബസ് ആണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ എന്നാൽ പോലും പല കാര്യങ്ങളിലും മുന്നിലാണ്. എന്നാൽ പോലും ഞാൻ പറയാനാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എൻ്റെ കാഴ്ചപ്പാട് വെച്ചിട്ട് നമ്മളിപ്പോ ഞാനിപ്പോ +2 പഠിച്ചുകൊണ്ടിരിക്കുന്നത്, അതുപോലെ ഒരുപാട് സ്റ്റുഡൻസ് ഇങ്ങനെ പഠിച്ചു വരുന്നുണ്ട്. പക്ഷെ അവർക്ക് എന്താണ് ഇപ്പൊ കൂടുതലും ഹിസ്റ്ററിയും അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങളാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിന് പകരം അവര് പഠിച്ചിറങ്ങുന്ന ടൈം, അതായത് 5 വർഷം കഴിഞ്ഞിട്ടായിരിക്കും അല്ലെങ്കിൽ ഒരു 10 വർഷം കഴിഞ്ഞിട്ടായിരിക്കും അവർ പഠിച്ചിറങ്ങുന്നത്. ആ ടൈമിൽ നമ്മുടെ കേരളം അല്ലെങ്കിൽ നമ്മളുടെ സൊസൈറ്റി എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ ആ ടൈമിലുള്ള ഓപ്പർച്യൂണിറ്റീസ് ആണ് നമുക്ക് ശരിക്കും പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. അതിന് പകരം ഹിസ്റ്ററി പഠിപ്പിച്ച് അല്ലെങ്കിൽ ഒരുപാട് ഹിസ്റ്ററിക്ക് അറിയണം, അതൊക്കെ നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. എന്നാൽ പോലും ഇത്രയും ഡീപ്പായിട്ട് ഹിസ്റ്ററി പഠിക്കുന്നതിന് പകരം ഫ്യൂച്ചർ പഠിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഈ കൂടിക്കാഴ്ച ഈ വർത്തമാനത്തിന് കാരണമാവുന്ന 2 കാര്യങ്ങളുണ്ട്. മുക്താറുമായി ഒന്ന് സംസാരിക്കണമെന്ന് ആഗ്രഹം തോന്നിയ 2 കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം, ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയെന്നത്. രണ്ടാമത്തെ കാര്യം, +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന മുക്താർ ഉയർന്ന ക്ലാസ്സുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുക്കുന്നുണ്ട് എന്ന ഒരു അറിവ് എന്നെ സംബന്ധിച്ച് എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം. അസാധ്യമെന്ന് നമ്മൾ കരുതുന്ന ഒരു പ്രത്യേകത മുക്താറിനുണ്ട്. അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? അങ്ങനെ ക്ലാസ് എടുക്കാൻ പോകുന്നുണ്ടോ ഉയർന്ന ക്ലാസ്സുകളിൽ? അതൊന്ന് വിശദീകരിക്കാം. ഞാൻ ഇപ്പോൾ ഒരുപാട് കോളേജസിലും അതുപോലെ തന്നെ സ്കൂൾസിലും ഇപ്പോൾ ബിടെക് സ്റ്റുഡൻസിനും അതുപോലെ തന്നെ ടീച്ചേഴ്സിനും ക്ലാസ് എടുക്കാൻ പോകുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ 5ാം ക്ലാസ് വരെയുള്ള സ്റ്റുഡൻസിനും ക്ലാസ് എടുക്കാൻ പോകുന്നുണ്ട്. അതിനൊക്കെ എനിക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടിയതെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ 11ാം വയസ്സ് മുതലേ എനിക്ക് ഒരു കോർപ്പറേറ്റ് ലൈഫ് അല്ലെങ്കിൽ ഒരുപാട് പഠിക്കാനും അതുപോലെ തന്നെ ഒരുപാട് ഓപ്പർച്യൂണിറ്റി കിട്ടിയത് കൊണ്ടാണ്. അപ്പോൾ എൻ്റെ ഇത്രയും കാലത്തുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ടും അതുപോലെ തന്നെ എൻ്റെ നോളജ് വെച്ചിട്ടും അത് പലരിലോട്ടും എത്തണം എന്ന് എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് എനിക്ക് കുറച്ചൊക്കെ എൻ്റെ കമ്പനി ത്രൂ ഒക്കെ കിട്ടി. ഇപ്പോൾ അങ്ങനെ സ്കൂൾസും കോളേജസ് ഒക്കെ എന്നെ ഇങ്ങനെ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. ആരാകണമെന്നാണ് മുക്താർ ആഗ്രഹം? ഇപ്പോൾ ഒരു വിദ്യാർത്ഥിയാണ്, +2 വിദ്യാർത്ഥി എന്ന ഒരു തലത്തിൽ നിന്ന് മുന്നോട്ട് പോകുമ്പോൾ എവിടെ എത്തണമെന്നാണ്, അല്ലെങ്കിൽ ആരാകണമെന്നാണ് മുക്താർ ആഗ്രഹം? നേരത്തേക്ക് എൻ്റെ അടുത്ത് ഇങ്ങനെ ആൾക്കാരിങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ പറയായിരുന്നു എനിക്ക് വലുതാകുമ്പോൾ ഒരു ബിസിനസ്മാൻ ആവണം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആവണം എന്നൊക്കെ ഞാൻ പറയായിരുന്നു. പക്ഷേ എനിക്കിപ്പോ എൻ്റെ ഒരു മോട്ടീവ് എന്ന് വെച്ചാൽ ഞാൻ ഇപ്പോ ജീവിച്ചിരിക്കുമ്പോൾ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർത്താലും, അതായത് ഞാൻ മരിച്ചു കഴിഞ്ഞാലും ഒരു 100 വർഷത്തേക്കെങ്കിലും എന്നെ ആൾക്കാർ ഒരു കുറച്ച് കൂട്ടം ആൾക്കാരെങ്കിലും എന്നെ ഓർത്തിരിക്കണമെന്നുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമുക്ക് ഈ ഭൂമിയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അപ്പോൾ അതാണ് എൻ്റെ ശരിക്കും പറഞ്ഞാൽ എൻ്റെ മോട്ടീവ്. അതുപോലെ തന്നെ ഞാൻ ബിസിനസ്മാൻ ആവണമെന്നുണ്ട്, ഒരു സക്സസ്ഫുൾ ഓണ്ടർപ്രണർ ആവണമെന്നുണ്ട്.
ചെറിയ പ്രായത്തിൽ വലിയ പക്വത വെച്ച് പുലർത്തുന്ന, വലിയ കാഴ്ചപ്പാട് വെച്ച് പുലർത്തുന്ന മുക്താറിന്റെ സൗഹൃദ വലയം ഒന്ന് ചോദിക്കും. എന്റെ ഫ്രണ്ട്സ് ഗ്യാങ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. എന്നാൽ പോലും അതിൽ കൂടുതൽ പേരും ഒരു ഗ്രോത്ത് ഫോക്കസ് ചെയ്ത് അല്ലെങ്കിൽ അടുത്ത കരിയർ എന്താവണം എന്ന് ഉറപ്പിച്ചിട്ടുള്ള അങ്ങനെ ഒരുപാട് പേരുണ്ട്. അതോടൊപ്പം എനിക്ക് ഒരുപാട് ഫൗണ്ടേഴ്സ് അല്ലെങ്കിൽ ഒരുപാട് വലിയ വലിയ കമ്പനീസിലെ ഫൗണ്ടേഴ്സ് എന്റെ ഫ്രണ്ട്സ് ആയിരുന്നു. അതുപോലെ തന്നെ എന്താണ് ഒരുപാട് അല്ലാത്ത എന്റെ നോർമൽ ഫ്രണ്ട്സിനൊക്കെ ഞാൻ അങ്ങനെ ആക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ കേട്ടിട്ടുള്ള ഒരു കോട്ടുണ്ട്, നമ്മുടെ 5 പേരുടെ, അതായത് ഒരു ഗ്യാങ്ങിൽ ഒരു 5 പേരുണ്ടെങ്കിൽ ആ 5 പേരുടെ ഒരു ആവറേജ് ആയിരിക്കും നമ്മളെന്നുള്ളത്. ഞാനിപ്പോ ഗ്രോ ചെയ്യുന്നുണ്ടെങ്കിൽ അതോടൊപ്പം എന്റെ ഫ്രണ്ട്സും, അതായത് ഇപ്പോൾ എത്ര പേരാണ് എന്റെ ഫ്രണ്ട്സിലുള്ളത് അവരും എന്നോടൊപ്പം വളരണം എന്ന് എനിക്കുണ്ട്. അപ്പോൾ മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്നവരെയൊക്കെ എന്നോടൊപ്പം വളർത്താൻ വേണ്ടി ഞാൻ ശ്രമിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട മുക്താർ, ബിസിനസ് മാൻ എന്നറിയപ്പെടാനും അതിനുവേണ്ടി പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ ലോകത്തെ തന്നെ ബിസിനസ് മേഖലയെ കീഴടക്കിയ കിരീടം വെച്ച രാജാവ് എന്നറിയപ്പെടുന്ന, എല്ലാവരും ആദരിക്കപ്പെടുന്ന ഒരു വലിയ ബിസിനസ്മാനുണ്ട്. കേരളത്തിന്റെ അഭിമാനമായ യൂസുഫ് അലി സാർ. യൂസുഫ് അലി സാറിനെ കുറിച്ച് എന്താണ് മുക്താറിന്റെ അഭിപ്രായം? പറയുകയാണെന്നുണ്ടെങ്കിൽ എന്റെ ഭയങ്കര വലിയ ഇൻസ്പിറേഷൻ ഒരാളാണ് സാറെന്ന് പറയുന്നത്. സാറിന് വിളിക്കാൻ ആൾക്ക് ഇഷ്ടമല്ല ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്. എന്നാൽ പോലും എന്റെ ഒരു ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു കാര്യമാണ് ആളുമായിട്ടൊരു ഡീല് ഫ്യൂച്ചറിൽ സെറ്റ് ചെയ്യാന്നുള്ളത്. അതോടൊപ്പം ആളുടെ ബിസിനസ് മാത്രം നോക്കല്ല, ആളുടെ ക്യാരക്ടർ ആണെങ്കിലും ആളിപ്പോ ഒരുപാട് പേര് ഒരുപാട് ചാരിറ്റി ചെയ്യുന്നുണ്ട്. അതിലുപരി ഒരുപാട് പേർക്ക് ആള് ജീവിതം കൊടുക്കുന്നുണ്ട്. ഐ മീൻ ഒരുപാട് പേര് ആള് കാരണം ജീവിക്കുന്നുണ്ട്. പല തരത്തിലാണെങ്കിൽ ആളിപ്പോ ഒരുപാട് പേർക്ക് ജോലി കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം ആ ജോലിക്കാരോടുള്ള ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ അവരോട് ഇടപഴകുന്ന ഒരു രീതിയൊക്കെ ഉണ്ട്. അതൊക്കെ ഭയങ്കര മാതൃകാപരമായിട്ടുള്ള ഒരു രീതിയാണ്. അപ്പോൾ അതൊക്കെ എനിക്കും ചെയ്യണമെന്നുണ്ട്. അതോടൊപ്പം തന്നെ ആളുമായിട്ട് ഡീൽ സെറ്റ് ചെയ്യണമെന്നും എന്റെ ഒരു ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു ആഗ്രഹമാണ്. നിങ്ങൾ കൊണ്ടു നടക്കുന്ന സ്വന്തം വിജയിച്ച നിങ്ങൾ ഈ നമ്മൾ കാണുന്ന, നമ്മൾ അനുഭവിക്കുന്ന കുറെ വിജയിച്ച ബിസിനസ്സുകാരുണ്ട്. ഈ ബിസിനസ്സുകാർ താഴെത്തട്ടിലുള്ള മനുഷ്യരെ രക്ഷപ്പെടുത്താനുള്ള പലവിധമായ സേവന പ്രവർത്തനങ്ങളും വേഗത്തിലായിട്ടുള്ളതായി നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഒരു അവസ്ഥ മുക്താറിനുണ്ടാവുകയാണെങ്കിൽ ഈ ചെയ്യുന്ന സേവന പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ കാണുന്നത്? നിങ്ങൾക്ക് അതിനോട് താല്പര്യമുണ്ട്? ആ ക്വസ്റ്റ്യനോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇപ്പൊ ഒരുപാട് ബിസിനസ് ആൾക്കാർ അതുപോലെ തന്നെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് പേര് ബാക്കിയുള്ള, അതായത് താഴെ തട്ടിലുള്ള ഒരുപാട് പേരെ സഹായിക്കുന്ന ഒരു കാഴ്ച ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയ ത്രൂ അല്ലാണ്ടൊക്കെ അറിയുന്നുണ്ട്. ഇപ്പോൾ അതിനോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ അത് നല്ലൊരു വലിയൊരു കാര്യം തന്നെയാണ്. എന്നാൽ പോലും എനിക്ക് എൻ്റെ ഒരു മോട്ടീവ് എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ എൻ്റെ ഒരു കാഴ്ചപ്പാട് വെച്ചിട്ട് അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുന്നതിലുപരി അവർക്കൊരു ജോലി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരാൾക്കായിരിക്കൂല, ആ ഒരു കുടുംബത്തിന് തന്നെ അത് നേട്ടമായിരിക്കും. അപ്പോ അതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഈ ഒഴിവ് സമയങ്ങളിൽ ഈ പഠനവും ബിസിനസും മറ്റ് ഇതര വ്യവഹാരങ്ങളിലും എപ്പോഴെങ്കിലും സിനിമ കാണാറുണ്ടോ? സിനിമകൾ കാണാറുണ്ട്. ഞാൻ ഭയങ്കര വലിയൊരു സിനിമ ഫാനല്ല. എന്നാൽ പോലും സമയം കിട്ടുന്ന ടൈമിലൊക്കെ അത്യാവശ്യം കുറച്ച് സിനിമകളൊക്കെ കാണാറുണ്ട്. ഈ സിനിമ യുവതലമുറയ്ക്ക്, യുവാക്കൾക്ക് ആണ് ഹരമായിട്ട് മാറുന്നത്. ഒരു സിനിമ റിലീസാകുമ്പോൾ 90% പേരും നിങ്ങളുടെ പ്രായത്തിൽ ടീനേജിൽ ഉള്ള കുട്ടികളാണ് ഹരമായിട്ട് അതിനോട് പ്രതികരിക്കുന്നത്. ഈ സിനിമ എന്തെങ്കിലും ചലനം സിനിമയിൽ നിന്ന് ഈ സമൂഹത്തിന് പകർന്നു നൽകാൻ കഴിയുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? അത് നമുക്ക് ഉപയോഗപ്പെടുമോ? ഈ സിനിമ കൊണ്ട് യുവതലമുറയെ ഋജുവായ രേഖയിലൂടെ കൊണ്ടുപോകുമോ? അത് എന്താണ് അഭിപ്രായം? എന്റെ അഭിപ്രായം വെച്ചാൽ നമ്മള് സിനിമ കാണുന്നത് ഒരിക്കലും ഒരു വേസ്റ്റ് ഓഫ് ടൈം അല്ല. ശരിക്കും പറഞ്ഞാൽ പല സിനിമകളും ചിലപ്പോൾ വേസ്റ്റ് ഓഫ് ടൈം ആയി പോകാറുണ്ട്. എന്നാൽ പോലും
ഒരു മോസ്റ്റ് ഓഫ് ദ സിനിമാസും നമുക്ക് നമ്മുടെ ലൈഫിൽ എവിടെയെങ്കിലൊക്കെ വെച്ചിട്ട് ഓരോ എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ ചെയ്യുന്നതായിരിക്കും. എന്ന് വെച്ചാൽ സിനിമയിൽ കൂടെ നമുക്ക് കിട്ടുന്ന ഒരുപാട് അറിവുകളുണ്ട്. ആ അറിവുകൾ ചിലപ്പോൾ പലരുടെ ലൈഫ് തന്നെ ചേഞ്ച് ചെയ്തേക്കാം. പലർക്കും ഇപ്പോൾ ഞാൻ മെയിനായിട്ട് കാണുന്ന ടൈപ്പ് സിനിമാസ് എന്ന് വെച്ചാൽ എന്താണ് ഒരുപാട് തോറ്റുപോയ ഒരുപാട് പേര് ഉയർത്തെഴുന്നേൽക്കുന്ന ടൈപ്പ് സിനിമാസ്, അതായത് മോട്ടിവേഷൻ ആ ഒരു രീതിയിലുള്ള സിനിമാസാണ് എനിക്ക് താല്പര്യം. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ എനിക്ക് ചിലപ്പോ ഒരു മടിയൊക്കെ പിടിച്ചിരിക്കുന്ന ടൈമിലായിരിക്കും ചിലപ്പോൾ സിനിമ കാണുന്നത്. അത് കണ്ടു കഴിയുമ്പോഴത്തേക്ക് എനിക്ക് വീണ്ടും ഒരു എനർജി വരും. അപ്പോൾ അതുപോലെ തന്നെയാണ് പലർക്കും. ഇപ്പോൾ അവർ കാണുന്ന ടൈപ്പ് എന്ത് സിനിമാസാണ് ആ ഒരു സിനിമ ആളെ ലൈഫിൽ എവിടെയെങ്കിലൊക്കെ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ഉപയോഗം അല്ലെങ്കിൽ ഒരു സ്വാധീനം ആളുടെ ലൈഫിൽ ചെലുത്തിയിരിക്കും. സിനിമാ പ്രേമികൾ എന്ന നിലയിൽ ഞാനും ഒരു സിനിമാ പ്രേമിയാണ്. റിലീസാവുന്ന ഒട്ടുമിക്ക പടങ്ങൾ കാണാൻ ശ്രമിക്കാം. പ്രത്യേകിച്ച് ലാലേട്ടൻ്റെ പടം റിലീസായാൽ ഞാൻ തീർച്ചയായിട്ടും കാണും. ലാലേട്ടനെ എനിക്കിഷ്ടം. അതുപോലെ തന്നെ ലാലേട്ടനെ ഇഷ്ടമല്ലാത്ത ആരും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ ലാലേട്ടന് ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചത് അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഈ പുരസ്കാരം കിട്ടിയപ്പോഴത്തേക്കും എനിക്ക് ഏറ്റവും തോന്നിയെന്ന് വെച്ചാല് ഏറ്റവും ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരാൾക്കാണ് ഇത് കിട്ടിയത് എന്നുള്ളതിൽ അഭിമാനിക്കാം. ഞാൻ ഈ പുരസ്കാരം കിട്ടിയതിന് ശേഷം ഞാൻ ഒരുപാട് ഇൻസ്റ്റഗ്രാമിൽ റീൽസ് കാര്യങ്ങളൊക്കെ കാണാനിടയായി. എന്ന് വെച്ചാൽ ലാലേട്ടന്റെ പഴയ സിനിമകളുടെ കട്ട്സും കാര്യങ്ങളൊക്കെ കാണാനിടയായി. അപ്പോഴാണ് ശരിക്കും മനസ്സിലായി ഇത്രയും ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരാളാണ് ശരിക്കും. ഒരുപാട് പല ഇമോഷൻസും ആളെ കണ്ണിലും അല്ലെങ്കിൽ ഒരു ചിരിയിൽ തന്നെ പല ഇമോഷൻസും ആള് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോ ഏറ്റവും ഡിസേർവിംഗ് ആയിട്ടുള്ള സിനിമയിലൊക്കെ അത്ഭുതകരമായ ഫീലിങ്സ് ലാലേട്ടനാണ്. ലാലേട്ടന് അർഹതപ്പെട്ട പുരസ്കാരം ലഭിച്ചത് എല്ലാ മലയാളികൾക്കും ഒരു സന്തോഷം. ലാലേട്ടൻ എന്ന് വെച്ചാല് ആള് എല്ലാ ഫീൽഡിലും മാക്സിമം, അതായത് ഒരു ടൈപ്പ് ഓഫ് ആക്ടിങ് മാത്രമല്ല ആൾ നോക്കണം. ആളിപ്പോ ഒരു സിനിമ ഇറങ്ങിയാൽ അടുത്ത സിനിമ ഒരു എക്സ്പെരിമെന്റ് എന്നുള്ള രീതിയിലാണെങ്കിൽ പോലും പല പല കാറ്റഗറിയിലും ആള് ശ്രമിക്കുന്നുണ്ട്. അതൊക്കെ വിജയിക്കുന്നുണ്ട് അത്യാവശ്യം. അതൊക്കെ നോക്കുമ്പോൾ ഒരു അഭിമാനമാണ് ശരിക്കും. തീർച്ചയായിട്ടും മുക്താർ, നമ്മൾ ദീർഘമായി സംസാരിച്ചു. മുക്താറിന്റെ പ്രായത്തിലുള്ള +1 +2 സ്ഥലത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സഹപ്രവർത്തകർ അവരോട് മുക്താറിന്റെ ശ്രദ്ധിക്കാൻ പറ്റുന്ന അത് സാമ്പത്തികമാകട്ടെ വിദ്യാഭ്യാസമാകട്ടെ വിജയിക്കുന്ന ഒരു രേഖ, വിജയിക്കുന്ന ഒരു പാത, അതിനെക്കുറിച്ച് അവർക്ക് പറയാനുള്ളത് പലരുടെയും, അതായത് എന്റെ ഏജിലുള്ള ആൾക്കാരുടെ പലരുടെയും മൈൻഡ് പലതാണ്. വെച്ചാൽ ആൾക്കാർക്ക് ഓരോരുത്തർക്കും ഓരോ ആഗ്രഹങ്ങളായിരിക്കും. വലുതാകുമ്പോൾ ആവണം എന്നുള്ളത് പലർക്കും പല ആഗ്രഹമായിരിക്കും. പലർക്കും എൻ്റെ ഒരു ഞാൻ കണ്ടത് വെച്ചിട്ട് പറയാനുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ പഠിക്കുന്നത് ജോലിക്ക് വേണ്ടിയിട്ടാണ്. വെച്ചാൽ ആൾ ജനിച്ചു വീഴുമ്പോഴേ ആള് 20-25 വയസ്സാകുമ്പോൾ ഒരു ജോലി നേടണം, ഒരു വലിയൊരു ജോലി നേടണം, സെറ്റിൽ ആവണം എന്നുള്ള കാഴ്ചപ്പാടാണ് പലരും പഠിക്കുന്നതും. അതുപോലെ തന്നെ പാരന്റിങ്ങും എല്ലാം അങ്ങനെ തന്നെയാണ് എന്നാണ് എൻ്റെ ഒരു അറിവ്. പക്ഷെ അതിനേക്കാളും കൂടുതൽ ആവേണ്ടതെന്ന് വെച്ചാൽ ഒരു 10 പേർക്ക് ജോലി കൊടുക്കാനും കൂടെ പഠിക്കണം. ഒരു ജോലി നേടുന്നതിനുപരി ഒരു 10 പേർക്ക് ജോലി കൊടുത്താൽ ആ 10 ഫാമിലീസാണ് അവിടെ സേഫ് ആവുന്നത്. അപ്പോൾ അതും കൂടെ ആയാലേ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ ഇന്ത്യയിലെ ഒരു സമ്പദ് വ്യവസ്ഥയും അതുപോലെ ഈ തൊഴിലില്ലായ്മയൊക്കെ ഒന്ന് മാറുള്ളൂ. പ്രിയപ്പെട്ട നമ്മൾ സംസാരിച്ചു. ഒരു അധ്യാപകൻ കൂടിയായ +2 താങ്കൾ. ഞാൻ താങ്കളെന്ന് അഭിസംബോധന ചെയ്യേണ്ടി വരികയാണ്. കാരണം അസംഭവ്യം അല്ലെങ്കിൽ ഇമ്പോസിബിൾ, ഒരിക്കലും സാധ്യമല്ല എന്ന് കരുതുന്ന വാതിലുകൾ ചവിട്ടി തുറക്കാൻ ഇന്നത്തെ യുവതലമുറ പ്രതീകമാണ് മുക്താർ എന്ന് പറയുന്ന പാമ്പുകാരൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ അനുഭവത്തിൽ അസംഭവ്യമാണ്, ഇമ്പോസിബിൾ ആണ് എന്ന് കരുതിയിരിക്കുന്ന തലങ്ങളെ ത്രസിപ്പിക്കുന്ന പുതിയ തലമുറയ്ക്ക് ആവേശമായി മാറേണ്ട മുക്താറിനെ പോലുള്ള മഹത് വ്യക്തിത്വങ്ങൾ ഈ സമൂഹത്തിന് മാതൃകയായി കൊണ്ടുവരേണ്ടതുണ്ട്. ഈ സമൂഹത്തിൻ്റെ, ഈ കേരളത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യയിൽ നിലനിൽക്കുന്ന അല്ലെങ്കിൽ ലോകത്താകമാനം അറിയപ്പെടുന്ന ഒരു ബിസിനസ്സുകാരനായി, ഒരു പ്രകാശഗോപുരമായി ഉയർന്നു നിൽക്കാൻ മുക്താറിന് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്. ഓൾ ദി ബെസ്റ്റ്.